PCOD, PCOS. ഇവ തമ്മിൽ എന്താ ബന്ധം? ഈ ഇൻസ്റ്റാഗ്രാമിലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം PCOD ഡോക്ടേഴ്സ് മാത്രം. PCOSന് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഹോമിയോയിൽ മാറ്റിത്തരാം, എന്തൊക്കെയല്ലേ. അത് മാത്രമല്ല, ഒരു ഫീമെയിലിന് ഫിസിക്കലി മെന്റലി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ PCOD കാരണോ ആവും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സമാധാനം, ചിലർക്ക് സ്ട്രെസ്. ഇനി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ, PCODയിൽ ഇങ്ങനെയാണ്, PCOSൽ അങ്ങനെയാണ്, ആകെ കൺഫ്യൂഷനാണ്. ആർക്കും കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ലതാണ്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ പോൾ റിസൾട്ട് വരുന്നത്. അത് തന്നെ, ഇത് രണ്ടും ഒന്നാന്നേ. അതിനേക്കാളും PCOD എന്നുള്ള ടേം ചേഞ്ച് ചെയ്തിട്ടാണ് ഇന്ന് PCOS ആയി മാറിയത്. അതെന്താണെന്ന് അറിയോ? ഇത് പണ്ടൊരു ഗൈനക്കോളജിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഓവറിയുടെ ഡിസീസ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പിന്നെ റിസർച്ചേഴ്സ് ഒക്കെ വന്നപ്പോൾ മനസ്സിലായി ഇത് ജനറ്റിക് കമ്പണന്റ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു, അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ഈ പോളിസിസ്റ്റിക് ഓവറീസ്. ഇത് ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു സിൻഡ്രോം ആയതുകൊണ്ട് ഇതിന് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന പേരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അല്ലാതെ ഗൂഗിളിൽ കാണുന്ന പോലെ PCOD മൈൽഡ് ആണ്, PCOS സിവിയർ ആണ്, അങ്ങനെയൊന്നുമില്ല. ഇതൊരു പുതിയ അറിവായിരുന്നല്ലേ, ഷെയർ ചെയ്യണേ. ഈവൻ 2025 PCOS പോലും ഒരു മിസ്ലീഡിംഗ് ടേം ആണെന്നാണ് പറയുന്നത്. കാരണം അതിൽ പോലും പോളിസിസ്റ്റിക് ഓവറീസ് എന്നുള്ള ടേം കൊണ്ട് ഓവറിയിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ PCOS ഡയഗ്നോസ് ചെയ്യാൻ സ്കാനിൽ പോളിസിസ്റ്റിക് ഓവറീസ് പോലും വേണ്ട എന്ന് എത്ര പേർക്ക് അറിയാം? PCOD എന്നുള്ള ടേം ഞങ്ങൾ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചിട്ട് കാലങ്ങളായി. അപ്പൊ ഇനി PCOD, PCOS